എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു, നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ, കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിൻ്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ഇവനാരാണ്, കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അനുഭവങ്ങളിലേക്ക് അനുഭവങ്ങളുടെ അറിവുണ്ടാകാൻ വേണ്ടി ക്രിസ്തു തന്നെ നമ്മളെ നിർബന്ധിച്ച് ഇരുട്ടുകടലിലേക്ക് തള്ളിവിടുന്നത് നമ്മൾ കണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ കണ്ടത് നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് എന്ത് പറയുന്നു, ഞാൻ ആരാണെന്ന് ജനങ്ങൾ പറയുന്നത്. അപ്പം ജനങ്ങൾ പറഞ്ഞാലും ഇന്നലെ 10 ദിവസത്തിൻ്റെ 2 10 ദിവസം 3 പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ നീ മരണം വരെ വളരണമെന്ന്. ജനങ്ങളങ്ങനെ പലതും പറയും, പക്ഷെ നിനക്ക് കൃത്യമായ അറിവിൽ ബോധ്യവും ഉണ്ടാകണം. അറിവ് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് 10 ദിവസത്തിൻ്റെ വചനത്തിൽ നമുക്ക് ഇന്നലെ മനസ്സിലായത്. ഇന്നിപ്പോൾ പറയണത് നേരെ ചോദ്യം നമ്മുടെ മുഖത്തേക്ക് വരിക. എന്താ പറയണത്? മത്തായി 16:15 അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് നമ്മൾ മരണം വരെ ഓരോ ദിവസവും ഇന്നലെ കണ്ടതുപോലെ, അതായത് ഞാൻ അപ്പോൾ 10 ദിവസം ഒരു ഉത്തരം പറയും, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോൾ 10 ദിവസം പറയണത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്.